അവരെ ചാനലൊക്കുകയും തൂങ്ങിലെ പുള്ളിയെ അറുപാത്രത്തിൽ ഉൾക്കൊള്ളുകയും ഉപദേശകൻ അവിടുത്തെ പ്രബോധനം നൽകി ആരോട് അവിടെ നിന്നും ഉപദേശം തേടി. നീതിയുടെ പാത അവിടുത്തെ പഠിപ്പിക്കുകയും അവിടുത്തേക്ക് ജ്ഞാനം പകർന്നു കൊടുത്ത് അവരുടെ മാർഗം നിർദ്ദേശിക്കുകയും ചെയ്തവനാര്? ജനതകൾ അവിടുത്തേക്ക് തൊട്ടിയിൽ പന്തൽ വെള്ളം പോലെയും വെള്ളി പോലെയും പൊടി പോലെയുമാണ്. ദ്വീപുകളെ അവിടുന്ന് നേരത്തെ പൊടി പോലെ കരുതുന്നു. ലബനോൻ വിറകിന് തികയുകയില്ല. അവിടെയുള്ള മൃഗങ്ങൾ ഒരു ലഹരബലിക്ക് മതിയാവുകയില്ല. അവിടുത്തെ മുൻപിൽ ജനതകളൊന്നുമല്ല. ഒന്നുമില്ലായ്മയ്ക്കും ചുരുതിക്കും താഴെ അവിടുന്ന് അവർക്ക് സ്ഥാനം നൽകിയിട്ടുള്ളൂ. ശ്രദ്ധയോടുകൂടി ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും അതിനനുസരിച്ച് ജീവിക്കുന്നതിനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. സകലത്തെയും നാഥായി നീക്കും. ആശ്വാസവും ക്രിസ്തുവിന്റെ സുവിശേഷം സ്നേഹിക്കാൻ ഞാൻ ത്രോവാസിൽ ചെന്നപ്പോൾ കർത്താവിൽ എനിക്ക് ഒരു വാതിൽ തുറക്കപ്പെട്ടു. എന്നാൽ എന്റെ സഹോദരനായ തീത്തോസിനെ അവിടെ കാണാകിയാൽ എന്റെ മനസ്സിന് ഒരു സ്വസ്ഥതയും ഉണ്ടായിരുന്നില്ല. അതിനാൽ ഞാൻ അവിടെയുള്ളവരുടെ യാത്ര പറഞ്ഞിട്ട് മക്കോദോന്യയിലേക്ക് പോയി. ക്രിസ്തുവിൽ ഞങ്ങളെ എല്ലായ്പ്പോഴും ചേർത്തിരിക്കുകയും അവരെക്കുറിച്ചുള്ള ജ്ഞാനത്തിന്റെ സൗകര്യം ഞങ്ങൾ വഴി എല്ലായിടത്തും നടത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തുതി. എന്തുകൊണ്ടെന്നാൽ ശിക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ പരിമളമാണ്. ഒരുവന് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള സൗകര്യം, അവന് ജീവിതത്തിൽ ജീവനിലേക്കുള്ള സൗകര്യവും. വ്യക്തനെ കരുപ്പുള്ളവൻ ആരാണ്? ദൈവവചനത്തിനുമായ ചേർത്ത് കച്ചവടം ചെയ്യുന്ന അനേകരുണ്ട്. അവരെ പോലെയല്ല ഞങ്ങൾ, മറിച്ച് ദൈവസന്നിധിയിൽ വിശ്വസ്തരും ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരെന്ന നിലയിൽ ക്രിസ്തുവിൽ ഞങ്ങൾ സംസാരിക്കുന്നു. തന്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് ജോലിക്കാരെ വിളിക്കുവാൻ അതിരാവിലെ പുറപ്പെട്ട വീട്ടുടമസ്ഥനെ സന്ദേശിച്ചു. ദിവസം ഒരു ധനാവിധം വേതന നൽകാമെന്ന കരാർ അവൻ അവരെ മുന്തിരിത്തോട്ടത്തിലേക്ക് അയച്ചു. 3-ാം മണിക്കൂറിൽ അവൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ചിലർ ചന്തസ്ഥലത്ത് അലസരായി നിൽക്കുന്നത് അവരോട് പറഞ്ഞു, നിങ്ങൾ മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുക, ന്യായമായ വേതനം നിങ്ങൾക്ക് ഞാൻ തരാം. അവർ മുന്തിരിത്തോട്ടത്തിലേക്ക് പോയി. 6 മണിക്കൂറിലും 9-ാം മണിക്കൂറിലും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവൻ ഇതുപോലെ തന്നെ ചെയ്തു. ഏകദേശം 11-ാം മണിക്കൂറിൽ അവൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ ചിലർ നിൽക്കുന്നത് കണ്ട് അവരോട് ചോദിച്ചു, നിങ്ങൾ ദിവസം മുഴുവൻ അലസനായി നിൽക്കുന്നത് എന്ത്? ഞങ്ങൾ ആരും വേലയ്ക്ക് വിളിക്കാത്തതുകൊണ്ട് എന്ന് അവർ മറുപടി നൽകി. അവൻ പറഞ്ഞു, നിങ്ങൾ മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുക. വൈകുന്നേരമായപ്പോൾ മുന്തിരിത്തോട്ടത്തിലെ ഉടമസ്ഥൻ കാര്യസ്ഥനോട് പറഞ്ഞു, ജോലിക്കാരെ വിളിച്ച് അവസാനം വന്നവർക്ക് തുടങ്ങി ആദ്യം വന്നവർക്ക് വരെ കൂലി കൊടുക്കില്ല. 11-ാം മണിക്കൂറിൽ വന്നവർക്ക് ഓരോ ധനാർ ലഭിച്ചു. തങ്ങൾക്ക് കൂടുതൽ ലഭിക്കുമെന്ന് ആദ്യം വന്നവർ വിചാരിച്ചു. എന്നാൽ അവർക്കും ഓരോ ധനാർ തന്നെ കിട്ടി. അത് വാങ്ങുമ്പോൾ അവർ വീട്ടുടമസ്ഥനെതിരെ പിറന്നു. അവസാനം വന്ന ഇവർ 1 മണിക്കൂറേ ജോലി ചെയ്തുള്ളൂ. എന്നിട്ടും പകലിന്റെ അധ്വാനവും ചൂട് സഹിച്ച ഞങ്ങളോട് അവരെന്നെ തുല്യരാക്കിയല്ലോ. അവൻ അവരൊരുവരോട് ഇങ്ങനെ പറഞ്ഞു, സ്നേഹിത, ഞാൻ നിന്നോട് ഒരു അനീതിയും ചെയ്തില്ല. 1 ധനാറല്ലേ നീ എന്നോട് സമ്മതിച്ചിരുന്നത്? നിനക്ക് അവകാശപ്പെട്ടത് വാങ്ങിക്കൊണ്ടുപോയി കൊടുക്കുക. അവസാനം വന്ന ഇവൻ, നിനക്ക് നൽകിയതുപോലെ തന്നെ കൊടുക്കുവാനാണ് എനിക്ക് ഇഷ്ടം. എന്റെ വസ്തുവകകൾ കൊണ്ട്
എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യുവാൻ പാടില്ലെന്നു ഞാൻ നല്ലവനായതുകൊണ്ട് നീ എന്തിന് അസൂയപ്പെടുന്നു? പോകുമ്പോൾ കമ്പം തേയിലൂട്ടിലാണെങ്കിൽ മുന്തിരിത്തോട്ടത്തിൽ കയറാതെ പോകാറില്ല. മുന്തിരിത്തോട്ടത്തിന് പ്രത്യേകത ഒരുക്കുന്നതിനനുസരിച്ചായിരിക്കും ഫലം നൽകുക. നമ്മുടെ പറമ്പിൽ ഒരു മുന്തിരി ചെടിയുണ്ട്, വെട്ടി ഒരുക്കാറില്ല, അതുകൊണ്ട് അത് ഫലം തരാറില്ല. കമ്പം തേനയിൽ ചെല്ലുമ്പോൾ നമുക്ക് കാണുവാനായി സാധിക്കും, വെട്ടി ഒരുക്കിയിരിക്കുന്ന മറ്റു വാക്യമാണ് ഒരു ഇല പോലും ഇല്ലാതെ വെട്ടി ഒരുക്കിയിരിക്കുന്ന മുന്തിരിപ്പാറകൾ, തളിർത്തു തുടങ്ങുന്ന മുന്തിരിത്തോട്ടങ്ങൾ, കായ്ച്ചു തുടങ്ങുന്ന മുന്തിരിത്തോട്ടങ്ങൾ, കായ്ച്ച് ഫലം പറിക്കാറായിരിക്കുന്ന മുന്തിരിത്തോട്ടങ്ങൾ, ഇതെല്ലാം ഒരു കോമ്പൗണ്ടിൽ തന്നെ നമുക്ക് കാണുവാനായി സാധിക്കും. ഒന്നിച്ച് ഫലമെടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്നിച്ച് വെട്ടി ഒരുക്കണം. എങ്കിൽ മാത്രമാണ് കൃത്യമായ ഫലം ഒന്നിച്ച് പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇത് സുവിശേഷത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിരാവിലെ മുന്തിരിത്തോട്ടത്തിലേക്ക് വേലക്കാരി അയക്കുന്ന മുന്തിരിത്തോട്ടത്തിലെ ഉടമസ്ഥന്റെ കഥ. ഈ കഥയിലൂടെ ദൈവം വ്യക്തമായി പറയുന്നത് സ്വർഗരാജ്യത്തെ കുറിച്ച് പറയുവാനാണ് അവർ ഈ കഥ അവതരിപ്പിക്കുക. അതിരാവിലെ പുറപ്പെടുമ്പോൾ അവരോട് വ്യക്തമായി പറയുകയാണ്, നിങ്ങൾക്ക് ഒരു തരാറ വേതനം നൽകാമെന്ന്. അത് കരാറായിരുന്നു. ആ കരാറിന്റെ നിറവിലാണ് അവർ സന്തോഷത്തോടു കൂടി സംതൃപ്തിയോടുകൂടി ജോലിക്കായി പോകുക. വീണ്ടും 3-ാം മണിക്കൂറിൽ പോകുന്നവരോട് പറയുകയാണ്, ന്യായമായ കൂലി ഞാൻ നിങ്ങൾക്ക് നൽകാം. 6-ാം മണിക്കൂറിലും 9-ാം മണിക്കൂറിലും 11-ാം മണിക്കൂറിലും ഭൃത്യന്മാരെ തന്റെ കൃഷി സ്ഥലത്തേക്ക് അയക്കുന്ന മുന്തിരിത്തോട്ട ഉടമസ്ഥനെ നമുക്ക് കാണുവാനായി സാധിക്കും. തീർച്ചയായും അവരെല്ലാവരും സന്തോഷവാന്മാരായിരുന്നു. സന്തോഷത്തിന്റെ നിറവിൽ തന്നെയാണ് അവർ ജോലിക്ക് കയറിയത്. എന്നാൽ കൂലി കൊടുക്കുമ്പോൾ അവർ അസക്തരാകുന്നത് നമുക്ക് കാണുവാനായി സാധിക്കും. സന്തോഷത്തിന്റെ നിറവിൽ ജോലിക്ക് പോയി, ആ നിറവിൽ തന്നെ ജോലി ചെയ്തു. എന്നാൽ അതൃപ്തിയാകുന്ന ഒരു രംഗം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞ് ആഗ്രഹിച്ചത്, കരാറ് ഉറപ്പിച്ചത്, കാത്തിരുന്നത് അവർക്ക് ലഭിച്ചു. എന്നാൽ അവസാന നിമിഷത്തിൽ കൂടുതൽ ലഭിക്കുമെന്നൊരു ആർത്തി അല്ലെങ്കിൽ അത്യാർത്തി അവരിൽ കടന്നുകൂടുകയാണ്. അവിടെ തൃപ്തരായിരുന്നവർ അതൃപ്തരായിരിക്കുകയാണ്. എല്ലാവർക്കും തുല്യമായി കാണുന്ന ദൈവത്തെ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ദൈവം നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്, നാം എല്ലാവരും ദൈവത്തിന് മുമ്പിൽ തുല്യരാണ്. ചിലർക്ക് ന്യായമായി കൊടുത്തു, എന്നാൽ ചിലർക്ക് അവൻ അനുകമ്പയായി കൊടുത്തു. ഇവിടെ അനുകമ്പയായി കൊടുക്കുകയാണ് അവൻ ഒരു തരാറ 11-ാം മണിക്കൂറിൽ വന്നവർക്ക്. നമുക്ക് കാണുവാനായി സാധിക്കും, 11-ാം മണിക്കൂറിൽ വന്നവരോട് വ്യക്തമായ ഒരു ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടെ അലസരായി നിന്നത്? അവർക്ക് വ്യക്തമായ ഉത്തരമുണ്ടായിരുന്നു, ഞങ്ങളെ ആരും ജോലിക്ക് വിളിക്കാതിരുന്നതുകൊണ്ട്. അത് അവരുടെ കുഴപ്പമല്ല. നമ്മൾ ജോലിക്കാരെ തേടി പോകുമ്പോൾ നമുക്ക് അറിയാം, നാം എല്ലാവരെയും തിരഞ്ഞെടുക്കാറില്ല. നമുക്ക് അനുയോജ്യരായ മിടുക്കന്മാരായ ആരോഗ്യമുള്ളവരെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുക. മറ്റുള്ളവരെ നമ്മൾ അവഗണിക്കും, വിളിക്കുകയില്ല. എന്നാൽ ഈ 11-ാം മണിക്കൂറിലും 9-ാം മണിക്കൂറിലും 6-ാം മണിക്കൂറിലും വന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ കാത്തു നിൽക്കുകയായിരുന്നു. സന്ധ്യ വരെ കാത്തു നിൽക്കുകയായിരുന്നു. വേദനകളിൽ ഇടയ്ക്കിട്ട് പോകാമായിരുന്നു, പോകുകയല്ല. എപ്പോൾ അവർക്ക് വിളി ലഭിച്ചുവോ, എപ്പോൾ മുന്തിരിത്തോട്ടത്തിലേക്ക് അവർ ക്ഷണം ലഭിച്ചുവോ, ആ നിമിഷത്തിൽ ജോലിക്ക് കയറുവാനായി അവർ തയ്യാറായിരുന്നു. ഇട്ടിട്ട് പോകുന്നില്ല. അലസരായി നിൽക്കുന്നത് അവരെ ആരും വിളിക്കാതെ പോയതുകൊണ്ട് മാത്രമാണ്. അവരോട്
അനുകമ്പ കാണിക്കുകയാണ്. ദൈവം ഓർമ്മപ്പെടുത്തുകയാണ്, നാം ദൈവത്തിന്റെ മക്കളാണ്. തീർച്ചയായിട്ടും ദൈവം എല്ലാവരെയും ഒരുപോലെ കാണുന്നവനാണ്. അപ്പോൾ നമ്മളിലും ഉണ്ടാകേണ്ടത് മനോഭാവത്തിന്റെ മാറ്റമാണ്. ഇഷ്ടമുള്ള പണി ചെയ്യുമ്പോൾ വേഗം സമയം കടന്നു പോകും. ഇഷ്ടമില്ലാത്ത പണി ചെയ്യുമ്പോൾ സമയം കടന്നു പോകുകയില്ല. രാവിലെ മുതൽ പണി ചെയ്തവർ തീർച്ചയായും അവർ ഇഷ്ടത്തോടുകൂടി പണി ചെയ്തു. അവസാനം മണിക്കൂർ വന്നവരിൽ തീർച്ചയായും കൂടുതൽ ഇഷ്ടത്തോടുകൂടി അവർ ആത്മാർത്ഥത കാണിച്ചിട്ടുണ്ടാകും. ആ ആത്മാർത്ഥതയെ നിറവ് കണ്ടപ്പോഴായിരിക്കും അവന് അനുകമ്പ തോന്നിയത്. ദൈവം ഓർമ്മപ്പെടുത്തുകയാണ്, ദൈവം എല്ലാവരെയും ഒരുപോലെ കാണുന്നു. ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം തങ്ങൾക്ക് വേണ്ടി മാത്രം റിസർവ് ചെയ്തതാണ് സ്വർഗ്ഗരാജ്യം. എന്നാൽ ഈ സുവിശേഷത്തിലൂടെ ഈശോ ഓർമ്മപ്പെടുത്തുകയായിരുന്നു, എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് സ്വർഗ്ഗരാജ്യം. എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് സ്വർഗ്ഗരാജ്യം എന്നത് വ്യക്തമാക്കുവാനായിട്ട് മുൻപും ഈശോ സുവിശേഷത്തിലൂടെ വ്യക്തത നൽകുന്നുണ്ട്. ദൂതപുത്രനെ സംബന്ധിച്ചിടത്തോളം അവൻ എല്ലാം നശിപ്പിച്ചു കഴിയുമ്പോഴും അവരെ ദൈവം സ്വീകരിക്കുകയാണ്, ഒരുപോലെ കാണുകയാണ്. 99 വേണ്ടിയിട്ട് ഒന്നിനെ തേടി പോകുന്ന ദൈവവും ഇത് തന്നെയാണ് പറയുക. ദൈവം ഒരുപോലെ കാണുന്നവരാണ്. ദൈവത്താൽ ഒരുപോലെ കാണുന്നവരായ ദൈവത്തിന്റെ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുവാനായിട്ട്, നിത്യതയിലേക്ക് എത്തിച്ചേരുവാനായിട്ട് നീതിമാനായ അനുകമ്പയുള്ളവരായ ദൈവത്തെ തിരിച്ചറിയുക, അവരുടെ സ്നേഹം അനുഭവിക്കുക, അനുഗ്രഹിക്കുന്നതായിരിക്കുക. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ സാധനങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ വീട്ടുകാരുണ്ടാക്കണമേ പ്രാർത്ഥിക്കാം. പ്രമാണങ്ങളെ പ്രവാചകനായി സമാധാനിക്കുകയും എല്ലാ നിയമങ്ങളും പൂർത്തിയാക്കുകയും ചെയ്തതായി തിരിച്ചവരുടെ പ്രബോധനങ്ങൾക്ക് വിജയം ജീവിക്കാൻ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മോശയുടെ ജീവിതകാലം മുഴുവൻ ശുശ്രൂഷ ചെയ്യാൻ സമാധാനം ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രൂപാന്തരപ്പെടുകയും എന്റെ മഹത്വങ്ങളുടെ രീതി കൊണ്ട് മനസ്സിലെ ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുകയും ചെയ്തതായി ഒരു ദിവസത്തിൽ മഹത്വപൂർണ്ണമായി പ്രത്യക്ഷപ്പെടുമ്പോൾ ആനന്ദത്തോടെ എതിരേൽക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗരാജ്യത്തെ ലക്ഷ്യമാക്കി ക്രിസ്തുവിന്റെ മാർഗ്ഗത്തിലൂടെ അനുദിനം മുന്നേറാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പരിശുദ്ധ പിതാവും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനും അതിലൂടെ അധീക്ഷിതമായ പലകാരന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, നിന്റെ കൃപയാൽ ഞങ്ങളെല്ലാവരെയും വീക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. അങ്ങയോട് ഞാൻ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പാപം ഞങ്ങൾ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥനായിരിക്കും തന്റെ വാസമുതലത് നമ്മുടെ കടകളുടെയും പാപങ്ങളുടെയും കഴികളെ നമ്മുടെ പാപങ്ങളെ ചെയ്യട്ടെ.
കരങ്ങളിലേക്ക് നമ്മുടെ യോഗങ്ങളും ആവശ്യങ്ങൾ നമുക്ക് സമർപ്പിക്കാം. അതിൻ്റെ വിധിച്ച് പ്രാപിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ജോസഫിന്റെ ദേവമാവിധം ഓർക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങയുടെ രാജ്യമായ ദൈവത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്റെ വിധാനബോധത്തിലെയും മരണത്തിലെയും സംസ്കാരത്തിലെയും ഉദ്ധാനത്തിലെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്ത മിശിഹാ വഴി പിതാവായ ദൈവം തന്റെ കൃപയാൽ അനുഗ്രഹിക്കാൻ ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ സ്വീകരിക്കുമാറാകട്ടെ. ആമേൻ. കൽപ്പനയനുസരിച്ച് മിശിഹായുടെ സ്വർഗത്തിൽ നിന്നുള്ള മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനം വരെ അവിടുത്തെ വിശുദ്ധ ബലിപീഠത്തിന്മേൽ സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവിടേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സർവ്വശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവമുള്ള സത്യദൈവവും പിതാവിനോട് സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായി തട്ടിപ്പിടപ്പെടുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം എഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മനുഷ്യരെ ജീവിക്കുന്നവരെ എത്തിക്കുവാൻ അവിടുന്ന് വീണ്ടും പരിപാലിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യവുമാവും ജീവിതാതവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹവും സാർവത്രികമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനായി ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സിനെ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. എന്റെ സഹോദരീ സഹോദരന്മാരെ, ഈ കുർബാനയുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവൻ വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലി അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ മേൽ വർഷിച്ചുകൊണ്ടിരിക്കുന്ന സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രിയപുത്രന്റെ ശരീരങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാനും സ്വീകരിക്കുന്നവരാകുവാനും എളിയവരും പാപികളുമായിരുന്നേക്കും ഞങ്ങളെ അങ്ങ് കാരുണ്യാദരത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ.
സ്വർഗവാസികളെ ആയിരങ്ങളും ആരാധമായ പതിനായിരങ്ങളും കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങളും അങ്ങനെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ പ്രവേന്മാരോടും ശ്രാപ്പേന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ഞങ്ങളും ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഠാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗ്ഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പകലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് ഭാവോദരനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാം ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുന്നു. അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് ഭാവോദരനായി അനേകർക്കു വേണ്ടി ഇഷ്ടപ്പെടുന്ന പുതിയ ഉടമ്പടിയിൽ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാം ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവേ നാമം
കർത്താവേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. 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 നിത്യജീവൻ കാരണമാകട്ടെ, എന്നേക്കും ആമേൻ. ചോദിച്ചതെല്ലാം ഞാൻ നിങ്ങൾക്ക് നൽകാമെന്ന് പറഞ്ഞ ദൈവത്തോട് ഞാൻ ചോദിച്ചതെല്ലാം എനിക്ക് ലഭിക്കും എന്നൊരു വിശ്വാസത്തോടുകൂടി അവിടുത്തെ ഉപേക്ഷിക്കാം. സുഖസായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് ലോകത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ഇതോടെ നാം രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. സഭയിലോട്ടേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ ദിവസവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിക്കുന്ന പാവനം അവിടുത്തെ കാരുണ്യത്താൽ നമ്മളെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. അവിടുത്തേക്കും ആമേൻ.
അറിയിപ്പുകൾ. കഴിഞ്ഞ സ്വകാഴ്ച 14,226 രൂപ. സെന്റ് അൽഫോൺസസ് സെന്റ് സെബാസ്റ്റ്യൻ കുരിയേറ്റുള്ള സമർപ്പണം 1,200 രൂപ. 5ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് മാതാപിതാക്കൾ 1,220 രൂപ. സെന്റ് സെബാസ്റ്റ്യൻ യൂണിറ്റിലെ മാസവരി 2,450 രൂപ. ഈ വർഷം വിവാഹത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷിക്കുന്നവർ 2,000 രൂപ കഴിഞ്ഞവർ. ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്നവർ 1975 വിവാഹത്തിലായവർ തങ്ങളുടെ പേര് പ്രേക്ഷിത മഠത്തിലെ മാതാപിതാക്കൾ കൂടുതൽ സ്നേഹവും അഭ്യർത്ഥിക്കുന്നു. ഒക്ടോബർ 22 മുതൽ 31 വരെ പള്ളിയിൽ വൈകിട്ട് 6 മണിക്ക് ആഘോഷമായ വിശുദ്ധ കുർബാന, നമസ്കാരം, പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം തിരുക്കർമ്മ ഓഹരി 200 രൂപയും നേർച്ചക്കരി ഓഹരി 1,500 രൂപയുമായിരിക്കും. സെന്റ് ജോസഫ് ഉപയോഗിച്ച് ഇന്ന് ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് ജോസ് ആന്റണി കോയിക്കരയുടെ വസതിയിൽ വെച്ചും സെന്റ് മേരീസ് സ്കൂൾ ഉപയോഗിച്ച് 5 മണിക്ക് മേഘാലയത്ത് ടോംസ് ഗ്രേറ്റിന്റെ വസതിയിൽ വെച്ചും സമ്മേളിക്കുന്നതാണ്. ഈ കുർബാനയെ തുടർന്ന് സെൻട്രൽ കമ്മിറ്റി മീറ്റിംഗ് ഉണ്ടായിരിക്കും. ശനിയാഴ്ച പാരിഷ് കൗൺസിൽ മീറ്റിംഗ് ഉണ്ടായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കടങ്ങളുടെ മോചനത്തിനായ കാരുണ്യം പോലെ ഞങ്ങൾക്ക് നൽകിയത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും പ്രത്യാശയായ മിശിഹായെ സുദൃഢവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായി ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥ